നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എസ് മൊണോക്കോക്കെതിരെയുള്ള കളിയിൽ മാർക്ക്-ആന്ദ്രേ ടെർ സ്റ്റെഗന് പിഴവ് പറ്റിയപ്പോൾ വലിയ രൂപത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളുമൊക്കെ അദ്ദേഹത്തിന് നേരെ വന്നു. ഈവൻ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. പക്ഷേ ടെർ സ്റ്റെഗൻ ബാഴ്സയുടെ ഗോൾ വലയത്തിന് മുന്നിൽ അനിവാര്യമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. നിർബന്ധമായിട്ടും അദ്ദേഹത്തെ പോലെ ഒരാൾ വേണം എന്നുള്ളത് ബാഴ്സയുടെ യഥാർത്ഥ ആരാധകർ സമ്മതിക്കുന്നതാണ്. കാരണം ഇപ്പോൾ അദ്ദേഹം 8 മാസക്കാലമൊക്കെ പുറത്തിരിക്കേണ്ടി വന്നാൽ ബാഴ്സയുടെ റിസർവ് ടീമിൽ അല്ലെങ്കിൽ ബാഴ്സയുടെ റിസർവ് ബെഞ്ചിൽ പകരം വെക്കാൻ അങ്ങനെ ഒരു ഗോൾ കീപ്പർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ബാഴ്സയ്ക്ക് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ഇല്ലാതെ മാസങ്ങളോളം കളിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. വിയാറയലിനെതിരെയുള്ള കളിയിൽ പരിക്ക് പറ്റി പുറത്തുപോയ മാർക്ക്-ആന്ദ്രേ ടെർ സ്റ്റെഗന് 8 മാസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വന്നേക്കും. അങ്ങനെയെങ്കിൽ പകരം ഒരു ഗോൾ കീപ്പറെ ബാഴ്സലോണ സൈൻ ചെയ്യേണ്ടി വരും. എന്നാൽ നിലവിൽ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്ത് ഈ ഘട്ടത്തിൽ അതിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നിയമം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നിയമത്തിൽ റൂൾ പറയുന്നത് എങ്ങനെയാണ്: unemployed players, those who at the end of the registration period do not have a contract with any club, അങ്ങനെയുള്ള താരങ്ങൾ മാത്രമേ സൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഒരു ക്ലബ്ബുമായിട്ടും കോൺട്രാക്റ്റ് ഇല്ലാതെ നിൽക്കുന്ന താരങ്ങളെ മാത്രമേ, അതായത് ഫ്രീ ഏജൻ്റായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഗോൾ കീപ്പർമാർ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ മാത്രമേ സൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ ബാഴ്സലോണക്ക് മുന്നിൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒന്ന് കെയ്ലർ നവാസാണ്. കെയ്ലർ നവാസ് ഫ്രീ ഏജൻ്റായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. സോ അത് ഒരു അവൈലബിൾ ഓപ്ഷനാണ് അദ്ദേഹം. അതുപോലെ എഡ്ഗാർ ബേഡിയ, പിന്നെ വോയ്ചെക് ഷെസ്നി. അദ്ദേഹം പക്ഷേ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് തൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരുന്നു എന്നതും ഓർക്കുക. എന്തായാലും ഇനാക്കി പെന മാത്രം മതിയാവില്ല അദ്ദേഹത്തോടൊപ്പം കാര്യങ്ങൾ കവർ ചെയ്യാൻ. ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറെ കൂടി ബാഴ്സലോണ എത്തിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വരെ ബാഴ്സക്ക് ഇങ്ങനെ ഫ്രീ ഏജൻറ്റുമാരായിട്ടുള്ള ആരെങ്കിലും കൊണ്ടുവരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.